ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുപോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൽസബിൻ സാർ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾക്കറിയാം അല്ല, നിങ്ങൾ ഓൾറെഡി എജുപോർട്ടിൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റാണ് നിങ്ങൾക്ക് വരുന്നതിൽ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കണ്ടന്റായിട്ട് ഞാൻ ഇന്ന് വന്നിട്ടില്ല. വേറെ ഒന്നുമല്ല, നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ചാപ്റ്റർ ഞാനിവിടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റി ഉണ്ടല്ലോ, ഈ പറഞ്ഞ സ്റ്റാറ്റിയിലെ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, എസ്സേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഷുവറായിട്ട് നിങ്ങളുടെ ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് ഷുവറായിട്ട് വരാൻ പോകുന്ന ചോദ്യമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ, അതായത് 19-ാം തീയതി നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന 19/12/2025 അഥവാ വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന നിങ്ങളുടെ എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവറായിട്ടുണ്ടായിരിക്കും. മിക്കവാറും ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാം. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വഴി നമ്മൾ നിന്നും ഈ ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ തരും. പരീക്ഷയ്ക്ക് എപ്പോഴും തരുന്ന പോലെ തന്നെ ഇതിനും ഒരു ചോദ്യം ഉണ്ടാവും. ചോദ്യം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ, അല്ലെങ്കിൽ ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞു തരും. അതായത് ഇവിടെ പറഞ്ഞത് 3 ആൾക്കാരെ കണ്ടുപിടിക്കണം. 1 മീന്, 2 മീഡിയൻ, 3 മോഡ്. ഈ 3 ആൾക്കാരെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് മീനിൻ്റെ മലയാളമാണ് മാധ്യമം എന്ന് പറയും. മാധ്യം എന്ന് പറയും. മീനിൻ്റെ മലയാളം മാധ്യം എന്നാണ് പറയാറുള്ളത്. ആൻഡ് മീഡിയൻ്റെ മലയാളം മധ്യമം എന്നാണ് പറയാറുള്ളത്. ലാസ്റ്റ് വൺ മോഡിൻ്റെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുലകം എന്ന് പറയാറുണ്ട്. എന്താണ് പറയുക? ബഹുലകം. ഒന്നുകിൽ ബഹുലകം എന്നോ അല്ലെങ്കിൽ മോഡ് എന്നോ തരും, അല്ലെങ്കിൽ മീഡിയൻ എന്നോ മധ്യമോ എന്ന് തരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, ഈ മംഗ്ലീഷ് രീതിയിൽ മീൻ, മീഡിയൻ, മോഡ് എന്ന് പറഞ്ഞ് ഇവിടെ തന്നതുപോലെയോ, അല്ലെങ്കിൽ അതിൻ്റെ പച്ച മലയാളമായിട്ടുള്ള മാധ്യം, മധ്യമം, മഹിതം എന്ന രീതിയിൽ, അല്ലെങ്കിൽ മാധ്യം, മധ്യമം, ബഹുലകം എന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാം, ചോദ്യം വരാം. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചേക്കണം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ചോദിച്ചിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നത്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ വെച്ച് നമ്മളോട് ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ടേബിൾ തന്നിരിക്കുന്ന കാര്യം ഡെയിലി വേജസ് ആണ്. ഡെയിലി വേജസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്ക് ദിവസേന കിട്ടുന്ന കൂലിയുടെ കാര്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 0 മുതൽ 10, ഇത് ആക്ച്വലി എന്താണ് 0 മുതൽ 10 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 1000ൻ്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ 100ൻ്റെ ബേസിലാണ്. ഇൻ 100 റുപ്പീസ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടുന്നവർ. അതേപോലെ 10 to 20 എന്ന് പറയുമ്പോൾ 1000 to 2000, 20 to 30 എന്ന് പറയുമ്പോൾ 1000, 2000 to 3000 എന്ന രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഡെയിലി വേജ് തന്നിട്ടുണ്ട്, അത് കിട്ടുന്ന ആൾക്കാരുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, 0 മുതൽ 10 വരെ, അതായത് 1000 രൂപ വരെ കിട്ടുന്ന എത്ര പേരുണ്ട്, 14 പേരുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. ഇതിൽ നിന്ന് വേണം നമ്മൾ മീനും, മീഡിയനും, മോഡും കണ്ടെത്താൻ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മുടെ 5th ചാപ്റ്റർ എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇത് ഏത് തരം ഡാറ്റയാണ് നോക്കുക. ഇവിടെ ഞാൻ ഈ ഡാറ്റയുടെ പേര് എഴുതി വെക്കുന്നുണ്ട്. ഡാറ്റ നിങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവും. കണ്ടിന്യൂസ് ഡാറ്റ അല്ലേ, കണ്ടിന്യൂസ് ഡാറ്റയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകത അറിയാൻ എന്തായിരിക്കും, അവിടെ ഒരു ക്ലാസ്സും ഉണ്ടാവും പ്ലസ് അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ടാവും അല്ലേ. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യം കണ്ടെത്താനാവും. ഇവിടെ ക്ലാസ്സും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസികളും തന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇത് ഓരോന്നും ക്ലാസ്സുകളും ഇതൊക്കെ അത് തന്നിരിക്കുന്ന ഫ്രീക്വൻസികളുമാണ്. അപ്പോൾ ക്ലാസ് പ്ലസ് ഫ്രീക്വൻസി എന്നൊരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ചെയ്തു പോകേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരിക. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയിലാകുമ്പോൾ നമ്മൾ 3 ആൾക്കാരെ കണ്ടുപിടിക്കണം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, മീനാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ ആണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്, ഇസഡ് നമ്മൾ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, മോഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ആൾക്കാരെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കാം, ഈ പറഞ്ഞ നോട്ട്, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ്റെ നോട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാനുകൾ, നോട്ടുകൾ, മൈക്രോ ബിറ്റുകൾ ആൻഡ് ലൈവിൻ്റെ ലിങ്ക്, ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യം കിട്ടാൻ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി എന്ത് കിട്ടും, ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. 1 രൂപ പോലും നിങ്ങൾ ചിലവാക്കാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എവിടെ, ഈ പറഞ്ഞ എജുപോർട്ടിൻ്റെ +1ൻ്റെ ക്രിസ്മസ് എക്സാം സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഈ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് എന്തെയും അബ്സല്യൂട്ട്ലി ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ആ ലിങ്ക് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, കമൻറ്റിൽ പിന്നും ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം തന്നെ ലോഗിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കലാശക്കോട്ട് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എൻ്റെ പ്രൊഫൈൽ വെച്ച് കൊടുത്ത് വേറെ ഒന്നും ഇടല്ല. അതായത് നിങ്ങളുടെ എക്സാം ഈ പറഞ്ഞ 19-ാം തീയതി എക്സാം കഴിയും അല്ലേ, ഡിസംബർ 19-ന് നിങ്ങളുടെ എക്സാം കഴിയും. അത് കഴിഞ്ഞ് നിങ്ങളുടെ മാർച്ച് മാസത്തിലാണ് നിങ്ങളുടെ ഫൈനൽ എക്സാം അല്ലേ. ഏകദേശം നമുക്കൊരു 3 മാസം സമയമുണ്ട്. അറൗണ്ട് നമുക്കൊരു 90 ഡേയ്സ് എന്ന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഒരു 90 ദിവസം സമയമുണ്ടെന്ന് വിചാരിക്കാം. ഈ 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള +1-ലെ എല്ലാ സബ്ജക്റ്റുകളും, അത് എക്കണോമിക്സ് മാത്രമല്ല, നിങ്ങൾ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റുകളും കൃത്യമായിട്ട് ഓരോന്നിനും കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് ഓരോ ദിവസം കൃത്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ, അതിൻ്റെ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു
ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വെച്ചിട്ട് എഡ്യൂപോർട്ടിൻ്റെ ഒരു ബൂസ്റ്റർ ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു നമ്പർ കാണുന്നുണ്ടാവും, ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ തന്നിരിക്കുന്ന ഡെയിലി വേജും നമ്പർ ഓഫ് പേഴ്സൺസും ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന രീതി നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതണം. അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലാസ് എന്നും പ്ലസ് ഫ്രീക്വൻസി എന്നും മാറ്റി എഴുതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഫ്രീക്വൻസി, ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എഴുതിയ പോലെ 0 to 10, 10 to 20, 20 to 30 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ഈ ഒരു കാര്യമാണ് നമ്മൾ എഴുതേണ്ടത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് എഴുതേണ്ടത്. ഫസ്റ്റിൽ നമ്മൾ കണ്ട 14 പേര്, അങ്ങനെ ഓരോരുത്തരുടെ എണ്ണം ഉണ്ടാവും. അതിങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എഴുതി പോകണം ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ കണ്ടുപിടിക്കുന്നത് അരിത്തമെറ്റിക് മീൻ ആണ് കണ്ടുപിടിക്കുന്നത്. എന്താ കണ്ടുപിടിക്കുന്നത്? അരിത്തമെറ്റിക് മീൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മീൻ കണ്ടുപിടിക്കണമെങ്കിൽ, അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഈ ടേബിൾ ഒന്ന് മാറ്റി എഴുതണം. അപ്പോൾ ആ ടേബിൾ ഞാനിവിടെ ഒന്ന് മാറ്റി എഴുതാൻ നോക്കിക്കോളൂ. അതായത് നമുക്ക് ആദ്യം വേണ്ടത് ക്ലാസ് ആണ് വേണ്ടത്, ക്ലാസ് എന്ന് എഴുതുന്നു. പിന്നെ വേണ്ടത് ഫ്രീക്വൻസി ആണ്. നമുക്ക് ഇത്ര രണ്ട് മാത്രം മതി, വേറെ ഒന്നും നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേറെ ഒന്നും വേണ്ടതില്ല എന്ന് വിചാരിക്കരുത്. വേണം, ആരെയാണ് വേണ്ടത്, നമുക്കൊരു എക്സ് കൂടി വേണം. ആരെ വേണം? എക്സ് കൂടി വേണം. എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ. ഒരു ക്ലാസിൻ്റെ മിഡ് വാല്യൂ നമ്മൾ എക്സ് എന്ന് പറയാറുള്ളത്, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി ഞാൻ വാല്യൂസ് എഴുതിയേക്കണം 0 to 10, 10 to 20, 20 to 30, ദെൻ 30 to 40, 40 to 50, 50 to 60 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫ്രീക്വൻസി കൂടി നോക്കുക. 14, 20, 34, 26, 10, ദെൻ 6. ഇനി നിങ്ങൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡ് വാല്യൂ ഓഫ് ഈച്ച് ക്ലാസ് ആണ്. ഓക്കെ, മിഡ് വാല്യൂ ആണ്. ഒരു ക്ലാസിൻ്റെ മിഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താ, അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പരസ്പരം കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ മിഡ് വാല്യൂ കിട്ടും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 10, അടുത്ത അതിൻ്റെ ലോവർ ലിമിറ്റ് 10ഉം 0 അല്ലേ. 10ഉം 0 കൂട്ടിയാൽ 10 തന്നെ കിട്ടും. അപ്പോൾ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും, 5 എന്ന് ഇവിടെ ഉത്തരം കിട്ടും. അപ്പോൾ എത്ര ഉത്തരം കിട്ടുന്നത്, 5 എന്ന് കിട്ടും. ഇനി അതേപോലെ അടുത്തൊരു കേസ് നിങ്ങൾ നോക്കാം, 20ഉം 10ഉം ആണ് അടുത്ത ക്ലാസ്സിൽ വരുന്നത് അല്ലേ. 20ഉം 10ഉം കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും, 30 കിട്ടും. 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും, 15 ആണ് കിട്ടുക അല്ലേ. 15 കിട്ടുന്നു. നമ്മളത് 15 എന്ന് കൃത്യമായിട്ട് ഇവിടെ എഴുതിക്കുന്നു. ഇനി അടുത്ത ക്ലാസ് നിങ്ങൾ നോക്കുക, 30ഉം 20ഉം 30, 20ഉം കൂട്ടിയാൽ എത്ര കിട്ടുക, 30 to 20 എന്ന് പറഞ്ഞാൽ 50 ആണ്. 50ന്റെ പകുതി എത്ര, 25 ആണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടെക്നിക്ക് കൂടി പറഞ്ഞുതരാം. വെറുതെ ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകേണ്ട സമയമില്ല, നിങ്ങളത് സമയം കളയേണ്ടതില്ല. പകരം നിങ്ങൾ നോക്കുക, 5ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. ഈ 15ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസം 10 തന്നെയാണ്. അപ്പോൾ ഓരോന്നിലേക്ക് ഈ 10 കൂട്ടിയാൽ മതി. അതിന്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓരോ ക്ലാസ്സുകളും തമ്മിലുള്ള ഇന്റർവെല്ലുകൾ എത്രയാണ്, 10 വീതമാണ്. നോക്കിയാൽ മനസ്സിലാവും. 10ഉം 0 തമ്മിലുള്ള വ്യത്യാസം 10 തന്നെയാണ്. 20ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 10 തന്നെയാണ്. 20ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം 10 തന്നെയാണ്. 30ഉം 40ഉം തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. 40ഉം 50ഉം 50ഉം 60ഉം ഒക്കെ ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് എഴുതാം, 25, അതിലേക്ക് ഒരു 10 കൂടി 35, പിന്നെ 45, പിന്നെ 55. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ഇനിയാണ് നമ്മൾ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്. അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്ക് ഇനി ഇക്വേഷൻ വേണം അല്ലേ. എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിനാ, എഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഇൻറ്റു എക്സ് എന്നാണ് അല്ലേ. നമുക്കിവിടെ തന്നിരിക്കുന്ന ഡാറ്റയിൽ നമ്മൾ എഫ് ഇൻറ്റു എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എഫ് കോളത്തിലുള്ള വാല്യൂനെയും എക്സ് കോളത്തിലുള്ള വാല്യൂനെയും പരസ്പരം ഗുണിച്ച് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. 14 × 5 ആദ്യം ചെയ്യേണ്ട അതാണ് അല്ലേ. 14 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 70 എന്ന് കിട്ടും. ഇനി അടുത്ത് 20 × 15, 20 × 15 എന്ന് പറയുമ്പോൾ 300 വരും അല്ലേ, 300 വരും. ഇനി അടുത്ത 34 × 25, ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനക്കണക്ക് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് കാൽക്കുലേറ്ററുമായിട്ട് എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികളെ പരീക്ഷയ്ക്ക് പോകണം. അല്ലാതെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പരീക്ഷ ഹാളിൽ പിന്നെ മോയമായ അവസ്ഥയായിരിക്കും. അപ്പോൾ അതിനേക്ക് എൻ്റെ കുട്ടികൾ നിൽക്കരുത്. അതുകൊണ്ട് ആദ്യമേ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിക്കൊള്ളടാ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് ചെയ്യുന്നുണ്ട്. 34 × 25, 850 എന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. ഇനി അടുത്തത് 26 × 35, 26 × 35, 26 × 35, 910 എന്ന് കിട്ടുന്നു. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തന്നെ, ഞാൻ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതിന് ആൻസർ കിട്ടും കേട്ടോ, ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടും. ഇനി അടുത്ത 10 × 45, അത് കാൽക്കുലേറ്റർ വേണം, നമുക്ക് അല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. 450 ആണെന്ന്. ലാസ്റ്റ് വൺ 6 × 55, 6 5 30, യെസ് 330 ആയിരിക്കും വരിക അല്ലേ. ചെക്ക് ചെയ്ത് നോക്കാം. 55 × 6, യെസ് 330 എന്നാണ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ കാണണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൊത്തം ടോട്ടൽ കാണാൻ പോവാണ്. നോക്കിക്കോളൂ, നമ്മൾ അത് എഴുതിയേക്കുന്നു സിഗ്മ എഫ് എക്സ് എന്ന് എഴുതിയേക്കുന്നു. കാരണം സിഗ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടോട്ടൽ ആണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ ടോട്ടൽ ചെയ്ത് എഴുതാൻ പോവാണ്. നോക്കിക്കൊണ്ടിടാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന 70 + 300 അല്ലേ, 70 + 300 + 850 +
പിന്നെ 910 പ്ലസ് 450 പ്ലസ് പിന്നെ ഒരു 330. ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദാ ഇവിടെ എൻ്റെ തലക്ക് ചുറ്റുമായിട്ട് നിങ്ങൾ കാണുന്ന ഈ ടേബിളിലെ വാല്യൂസാണ് ഞാനിവിടെ എഴുതിച്ചത്. അത് ഞാനിവിടെ കൃത്യമായിട്ട് എഴുതുന്നു. എനിക്കിവിടെ ഫൈനൽ വാല്യൂ കിട്ടിയത് എത്രയാണ്? 2910 എന്നാണ് കിട്ടിയത്. 2910 എന്നാണ് വാല്യൂ കിട്ടിയത്. അത് ഞാൻ എഴുതി വെച്ചു. ഇനി അതേപോലെ ഞാൻ കാണേണ്ട മറ്റൊന്നാണ് സിഗ്മ എഫ് കാണണം. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഫ്രീക്വൻസിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. 14 പ്ലസ് 20 പ്ലസ് 34 പ്ലസ് 26 പ്ലസ് 10 പ്ലസ് 6. യെസ്, എത്ര കിട്ടിയത്? 110 എന്നാണ് കിട്ടിയത്. ഇതെന്താണ് ഈ 110? വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്മ എഫ് കണ്ടുപിടിക്കണം എന്നല്ലേ. ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടോട്ടൽ എന്നാണ്. എന്താണ്? ടോട്ടൽ, ആകെ തുക എന്നാണ്. അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് വേണ്ടതൊക്കെ കിട്ടി. നമുക്കിവിടെ കിട്ടിയ വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതിയേക്കാം. സിഗ്മ എഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 2910 എന്നും സിഗ്മ എഫിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 110 എന്നും കിട്ടി. ഇനി നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ വാല്യൂസ് പരസ്പരം യൂസ് ചെയ്താൽ മതി. അപ്പോൾ 2910 ഡിവൈഡ് ബൈ 110 ചെയ്താൽ നമ്മുടെ ഉത്തരമായി എത്രയാണ്? 2910 ഡിവൈഡ് ബൈ 110 എന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം കിട്ടുന്നു 26.45 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യം അല്ലേ. ഈ പറഞ്ഞ സമാന്തര മാധ്യം നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ സമാന്തര മാധ്യം കണ്ടെത്തി കഴിഞ്ഞു 26.45. നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുകയാണ്, നിങ്ങൾക്ക് പരീക്ഷ കിട്ടാൻ പോകുന്നത് ഒരു 8 മാർക്കിന് ചോദ്യത്തിൽ 3 മാർക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ ഒരു ചോദ്യത്തിനാണ്. ഓക്കെ, സിമ്പിളായിട്ട് 3 മാർക്ക് നിങ്ങൾക്ക് അതിന് സ്കോർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ PPT നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഈ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം, സ്റ്റഡി ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ജോയിൻ ചെയ്യണ്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഈ ടേബിളിൻ്റെ കൂടെ നമ്മൾ ഈ ടേബിൾ ഒന്ന് മാറ്റി എഴുതണം. ആദ്യം ഞാനിവിടെ എഴുതുന്നു ക്ലാസ് പ്ലസ് ഫ്രീക്വൻസി പിന്നെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് 3 കോളമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നോക്കുക നിങ്ങളുടെ, ഞാനിവിടെ ക്ലാസ്സും ഫ്രീക്വൻസി എഴുതുന്നുണ്ട്. 0 to 10, 10 to 20, 20 to 30, ദെൻ 30 to 40, 40 to 50, 50 to 60 എന്ന രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രീക്വൻസി എഴുതാം. 14, 20, 34, 26, 10, 6 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ ഇത് മൊത്തം കൂട്ടിയതാണ്. ആദ്യത്തെ ഫ്രീക്വൻസി 14 തന്നെ എഴുതാം. പിന്നെ 14ഉം 20ഉം കൂട്ടിയാൽ 34, 34 34 68 അല്ലേ, 68, 68ഉം 26ഉം 88ഉം 94, 94, 94ഉം 10ഉം 104, ദെൻ ലാസ്റ്റ് വേണം എത്രയാണ്? 110. ഇത്രയാണ് നമുക്ക് വേണ്ട ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മീഡിയം ക്ലാസ് കണ്ടുപിടിക്കണം. അപ്പോൾ മീഡിയം ക്ലാസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയണം. മീഡിയം ക്ലാസ് = n/2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. n/2th ഐറ്റം ഇൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് നോക്കാം. n എന്ന് പറഞ്ഞാൽ 110 ആണ്. അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 110 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 55. 55ാമത്തെ ഐറ്റം വരുന്നതായിരിക്കും നമ്മുടെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മീഡിയം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 55ാമത്തെ ഐറ്റം വരുന്നത് ഈ ഒരു ക്ലാസ്സിലായിരിക്കും വരുന്നുണ്ടാവുക. അവിടെ മാക്സിമം 68 വരെ ഫ്രീക്വൻസി വരാം അല്ലേ. അപ്പോൾ നമുക്ക് ഇനി വേണ്ട വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതിയേക്കാൻ നോക്കിക്കോളൂ. ഞാനിവിടെ എഴുതിയേക്കുന്നു. നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമുക്ക് വേണ്ടത് മീഡിയൻ = L plus n/2 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു I എന്നാണ്. ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയൊന്നും, പക്ഷേ ചെയ്ത് പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഇക്വേഷനാണ്. ഞാൻ ആദ്യം ആയിരുന്നു ലോവർ ലിമിറ്റ്, L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്, അത് 20 ആണ്. ദെൻ n/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറഞ്ഞ 55 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ CF എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിലുള്ള ക്ലാസിൻ്റെ CF ആണ് വേണ്ടത്, അത് 34 ആണ് അല്ലേ, 34 ആണ്. ദെൻ F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ആണ്, അതും എത്രയാണ്? 34 ആണ് അല്ലേ, 34 ആണ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് വൺ I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവൽ, അത് 10 ആണ് അല്ലേ. അപ്പോൾ ലോവർ ലിമിറ്റ് 20 ആണെന്ന് കിട്ടി. അതുപോലെ n/2 നമുക്ക് ഓൾറെഡി കിട്ടിയ വാല്യൂസ് ഉണ്ട്. ഇത്രയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം m = L plus n/2 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു I എന്ന് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ വാല്യൂ കൊടുക്കണം. L എന്ന് പറഞ്ഞാൽ 20 ആയിരുന്നു, പ്ലസ് n/2 എന്ന് പറഞ്ഞാൽ 55 ആയിരുന്നു, CF എന്ന് പറഞ്ഞാൽ 34 ആണ്, ഡിവൈഡ് ബൈ F എന്ന് പറഞ്ഞാലും 34 തന്നെയാണ്. ഇനി അതെല്ലാം ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യുന്നു? 10 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. I എന്ന് പറഞ്ഞാൽ 10 ആണല്ലേ. ഇനി നമുക്ക് വാല്യൂസ് നോക്കാം. നിങ്ങൾക്ക് നോക്കാം, സിമ്പിളായിട്ട് കിട്ടും. 20 പ്ലസ് 55 34 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 21 എന്നായിരിക്കും ഉണ്ടാവുക. 55 മൈനസ് 34 എന്ന് പറയുമ്പോൾ 21 ഡിവൈഡ് ബൈ 34 ഇൻറ്റു 10 എന്ന് കിട്ടും. അപ്പോൾ 21 ഡിവൈഡ് ബൈ 34 എന്ന് പറയുമ്പോൾ നമുക്ക് 0.61 എന്നാണ് കിട്ടുക. 20 പ്ലസ് 0.617 എന്നാണ് കിട്ടുക. ഇൻറ്റു 10 എന്ന് വരും അല്ലേ. ഇൻറ്റു 10 കൂടി ചെയ്താൽ നമുക്ക് അവിടെ വാല്യൂ കിട്ടും. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 20 കൂടി ചേർത്ത് നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടുക?
26.17 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക. അപ്പോൾ മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് 26.17 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ലാസ്റ്റ് മോഡാണ് കണ്ടുപിടിക്കേണ്ടത്. മോഡ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം തരും മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. ഓക്കെ, മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. ഈ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻസി ആയിരിക്കും. മോസ്റ്റ് ഫ്രീക്വൻസി ക്ലാസ് ആണ് മോഡൽ ക്ലാസ് വരിക. ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ഏതാ? അത് ഈ പറഞ്ഞ 34 വരുന്നതാണ്, അഥവാ 20 to 30 എന്ന് പറഞ്ഞാണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാനുണ്ട്. ഇക്വേഷൻ കണ്ടിട്ടാണ് ഭൂരിഭാഗം പേർക്ക് കൺഫ്യൂഷൻ ആവാറുള്ളത്. ഇക്വേഷൻ എങ്ങനെയാണ്? L പ്ലസ് F1 മൈനസ് F0 ഡിവൈഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു I എന്നാണ് ചേർക്കാറുള്ളത്. ഭൂരിഭാഗം പേർക്ക് ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കാറുണ്ട്, തല കറങ്ങാറൊക്കെ ഉണ്ട്. ഒരു പേടി പഠിക്കണം, സിമ്പിളാണ്. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ സംഗതി എന്നുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, F0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ മോഡൽ ക്ലാസ്സിൻ്റെ നേരെ മുകളിലുള്ള ഫ്രീക്വൻസി. ഓക്കെ, അതാണ് F0 എന്ന് പറയുന്നത്. ഇനി F എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ മോഡൽ ക്ലാസ്സിലെ ഫ്രീക്വൻസിയാണ് F1 എന്ന് പറഞ്ഞാൽ. 26 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? F2 ആണ്. അഥവാ 0, 1, 2 ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, അത് നമ്മൾ സംഖ്യ എടുത്താൽ മാത്രം മതി. ഇനി ലോവർ ലിമിറ്റ് നമ്മൾ L ഒന്നും കൊടുക്കാറില്ല, ബാക്കി എല്ലാം ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നു L എന്ന് പറഞ്ഞാൽ 20 ആണ്. F0 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ മുകളിൽ എഴുതിയ 20 ആണ്. F1 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എത്രയാണ്? F1 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 34 ആണ്. ലാസ്റ്റ് വൺ F2 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എത്രയാണ്? 26 ആണ് അല്ലേ? ഇത്രയും വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടി. ദെൻ I നമുക്ക് ഓൾറെഡി അറിയാം, I എത്രയാണ്? 10 ആണ്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമ്മുടെ ഇക്വേഷന് കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം. Z ഇസിക്കൽ ടു L പ്ലസ് F1 മൈനസ് F0 ഡിവൈഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു I. ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലിൻ്റെ സ്ഥാനത്ത് വാല്യൂ ഞാൻ ഇട്ട് കൊടുത്തു 20 പ്ലസ് F1ൻ്റെ വാല്യൂ നമുക്കറിയാം 34 മൈനസ് F0ൻ്റെ വാല്യൂ 20 ആണ് ഡിവൈഡഡ് ബൈ 2F1 അഥവാ 2 ഇൻറ്റു 34 മൈനസ് F0ൻ്റെ വാല്യൂ എത്ര? 20 മൈനസ് ഈ F2ൻ്റെ വാല്യൂ 26 ഇൻറ്റു 10. ഇതാണ് നമ്മുടെ ഇക്വേഷൻ്റെ ഫോർമാറ്റ് പോകുന്നത്. ഇനി നമുക്കതിൻ്റെ വാല്യൂസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് എഴുതിയേക്കാൻ നോക്കിക്കോളൂ. 20 പ്ലസ് 34ന് 20 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 14 എന്ന് കിട്ടും. 14 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 34 പറയുമ്പം 68 മൈനസ് 20 26 കുറച്ചാൽ 46 അല്ലേ? അപ്പോൾ ഇനി അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്കിവിടെ വാല്യൂ കിട്ടുന്നു. ഫൈനൽ വാല്യൂ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് നോക്കിക്കോളൂ. ദെൻ നമ്മുടെ വാല്യൂ പറഞ്ഞാൽ 20 പ്ലസ് 14. ഓക്കെ, 14 നമുക്ക് നോക്കാം. 14 ഡിവൈഡ് ബൈ 68ന് 46 ഓർക്കണം അല്ലേ? 68 മൈനസ് 46 എന്ന് പറയുമ്പോൾ 22 ആണ്. അപ്പോൾ എത്ര കിട്ടും? 14 ഡിവൈഡ് ബൈ 22 നമുക്ക് നോക്കാം. 14 ഡിവൈഡ് ബൈ 22 ഇൻറ്റു 10 എന്നാണ് കിട്ടുക അല്ലേ? അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട്. അതിനെ 10 കൊണ്ട് ഗുണിച്ച് നമ്മുടെ വാല്യൂ ഫൈനലായിട്ട് വരുന്നത് എത്രയാണെന്ന് നോക്കിക്കോളൂ. 20 പ്ലസ് 6.36 എന്നാണ് കിട്ടുക. ഫൈനൽ ആൻസർ എത്ര നമുക്ക് വരിക? നമ്മുടെ ഫൈനൽ ആൻസർ 26.36 എന്നാണ് നമ്മുടെ ഉത്തരം വരിക. അപ്പോൾ നോക്കി നമ്മുടെ ഉത്തരം നമുക്കിവിടെ കിട്ടി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചത് എക്സ് ബാർ കണ്ടുപിടിച്ചു. എക്സ് ബാർ എത്ര നമുക്ക് കിട്ടിയത്? എക്സ് ബാർ വാല്യൂ നമുക്കിവിടെ കിട്ടി എഴുതി വെക്കാം. 26.45 26.45 ആണ് കിട്ടിയത്. ദെൻ മീഡിയൻ എത്ര കിട്ടിയത്? മീഡിയൻ കിട്ടിയത് നമുക്ക് എഴുതിക്കാം 26.17 അല്ലേ? യെസ്, 26.17. ലാസ്റ്റ് വൺ ഈ പറഞ്ഞിരിക്കുന്ന മോഡ് കിട്ടിയ എത്ര? 26.35 അല്ല 36 അല്ലേ? യെസ് 36 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമ്മൾ ചെയ്തിരിക്കുന്നു. ഇത്രയും ചെയ്ത് നമ്മുടെ ഉത്തരമായി കഴിഞ്ഞു. ഇത് മൊത്തം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 8 മാർക്കാണ്. ഈ 8 മാർക്ക് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു 3 മാർക്ക്, അതേപോലെ മോഡിന് നമുക്കൊരു 3 മാർക്ക്, മീഡിയന് 3 മാർക്ക്, മോഡിന് 2 മാർക്ക് എന്ന രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ 8 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണിത്. ഇത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക്. ഞാൻ വെറും വാക്ക് പറഞ്ഞല്ല, നിങ്ങൾക്കുള്ള ഒരു ഗ്യാരണ്ടി ഞാൻ അവിടെ തരാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് പഠിച്ച് ഉറപ്പായിട്ട് ഇത് ചോദ്യം വരും. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് പഠിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.